ചൈനയിലേക്ക് പോകുന്ന വെനസ്വലൻ എണ്ണ ടാങ്കറുകൾ തടഞ്ഞ US നടപടി സ്വേച്ഛാധിപത്യമെന്ന് വിമർശിച്ച് ചൈന രംഗത്ത്. നടപടി മറ്റ് രാജ്യങ്ങളുടെ പരമാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും ഇതിലൂടെ US അന്താരാഷ്ട്ര നിയമം ഗുരുതരമായി ലംഘിച്ചിരിക്കുന്നുവെന്നും ചൈനയുടെ വിദേശകാര്യ വക്താവ് ലിൻ ജിയാൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അന്താരാഷ്ട്ര നിയമത്തിന്റെ അടിസ്ഥാനമോ UN സുരക്ഷാ കൌൺസിലിന്റെ അംഗീകാരമോ ഇല്ലാത്ത ഏകപക്ഷീയമായ നിയമവിരുദ്ധ ഉപരോധങ്ങളെ ചൈന എതിർക്കുന്നു. നിയമാനുസൃതമായ അവകാശങ്ങളും താൽപര്യങ്ങളും സംരക്ഷിക്കാനുള്ള വെനസ്വലയുടെ നിലപാട് അന്താരാഷ്ട്ര സമൂഹം പിന്തുണയ്ക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നതായും ലിൻ പറഞ്ഞു. വെനസ്വലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂരോയുടെ നേതൃത്വത്തിലുള്ള സംഘം മയക്കുമരുന്ന് കടത്തിനും ഭീകരപ്രവർത്തനങ്ങൾക്കും പണം കണ്ടെത്തുന്നതിനായി ക്രൂഡ് ഓയിൽ ഉപയോഗിക്കുന്നുവെന്നാണ് ട്രംപിന്റെ പ്രധാന വാദം. എന്നാൽ ട്രംപിന്റെ ഈ നടപടി മോഷണമാണെന്നും ഇതിനെതിരെ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിലിൽ പരാതി നൽകുമെന്നുമാണ് മഡൂറോ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. വെനസ്വലൻ എണ്ണക്കപ്പലുകൾ അമേരിക്കൻ സൈന്യം കടലിൽ തടയുകയും പിടിച്ചെടുക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ കടൽക്കൊള്ള നേരിടാൻ വെനസ്വലയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി ഇറാനും രംഗത്തെത്തിയിരുന്നു. വെനസ്വലൻ വിദേശകാര്യമന്ത്രി ഇവാൻ ഗില്ലും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് തരാഖ്ചിയും ശനിയാഴ്ച നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് ഇറാൻ സഹായം വാഗ്ദാനം ചെയ്തത്. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള അമേരിക്കൻ നടപടിക്കെതിരെ എല്ലാ മേഖലകളിലും വെനസ്വലയുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ വെനസ്വലയിൽ നിന്നുള്ള 2 എണ്ണക്കപ്പലുകളാണ് അമേരിക്കൻ നാവികസേന കരീബിയൻ കടലിൽ വെച്ച് പിടിച്ചെടുത്തത്. ഏറ്റവും ഒടുവിൽ ശനിയാഴ്ച പുലർച്ചെ സെഞ്ചുറീസ് എന്ന കപ്പൽ US കോസ്റ്റ് ഗാർഡ് പിടിച്ചെടുത്തതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. വെനസ്വലയിലേക്കും പുറത്തേക്കും പോകുന്ന എല്ലാ എണ്ണക്കപ്പലുകൾക്കും പൂർണ്ണമായ ഉപരോധം ഏർപ്പെടുത്തിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കപ്പലുകൾ പിടിച്ചെടുക്കുന്ന നടപടി അമേരിക്ക ശക്തമാക്കിയത്. വെനസ്വലയുടെ പ്രകൃതി വിഭവങ്ങൾ കവർന്നെടുക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്ന് വിദേശകാര്യമന്ത്രി ഇവാൻ ഗില്ല് കുറ്റപ്പെടുത്തിയിരുന്നു. അമേരിക്കൻ ഉപരോധത്തെ മറികടക്കാൻ റഷ്യയും ഇറാനും ചൈനയുമായാണ് വെനസ്വല നിലവിൽ വ്യാപാര ബന്ധം പുലർത്തുന്നതും. മേഖലയിലെ അമേരിക്കൻ യുദ്ധക്കപ്പലുകളുടെ സാന്നിധ്യം വരും ദിവസങ്ങളിൽ വലിയ സൈനിക നീക്കങ്ങൾക്ക് കാരണമായേക്കാമെന്ന ആശങ്കയും ലോക രാജ്യങ്ങൾക്കുണ്ട്. വെനസ്വലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയ്ക്ക് സമ്മർദ്ദം ശക്തമാകുന്നതും ഇപ്പോൾ തുടരുകയാണ്. അമേരിക്ക ലക്ഷ്യമിടുന്നത് തങ്ങളുടെ വിഭവങ്ങളാണെന്നാണ് വെനസ്വല നേരത്തെ തന്നെ ആരോപിക്കുന്നത്. ഇത്തരം പ്രകോപനങ്ങൾ ശിക്ഷിക്കപ്പെടാതെ പോവില്ലെന്നാണ് വെനസ്വല നടപടിയെക്കുറിച്ച് നിരീക്ഷിക്കുന്നത്. UN സുരക്ഷാ കൌൺസിലിനും മറ്റ് ഏജൻസികൾക്കും പരാതി നൽകാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ വെനസ്വല. ഡിസംബർ ആദ്യം നടന്ന ഓപ്പറേഷൻ സമാനമായ US കോസ്റ്റ് ഗാർഡാണ് കപ്പൽ പിടിച്ചെടുക്കലിന് നേതൃത്വം നൽകിയത്. വെനസ്വലയിൽ നിന്ന് പുറപ്പെട്ട എണ്ണക്കപ്പൽ അന്താരാഷ്ട്ര ജലാതിർത്തിയിൽ നിന്നാണ് അമേരിക്ക പിടികൂടിയത്. ഡിസംബർ 20 പുലർച്ചെ നടന്ന സൈനിക നടപടിയിലാണ് US കോസ്റ്റ് ഗാർഡ് കപ്പൽ പിടിച്ചെടുത്തത്. കപ്പൽ പിടിച്ചെടുക്കുന്ന വീഡിയോ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റി നോം എക്സിൽ വഴി പങ്കുവയ്ക്കുകയും ചെയ്തു. സെഞ്ചുറീസ് എന്ന ഒരു വശത്ത് എഴുതിയ കപ്പലിലേക്ക് US സൈനികർ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന 7 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയാണ് ക്രിസ്റ്റി നോം എക്സിൽ പങ്കുവച്ചത്. മയക്കുമരുന്ന് വിതരണത്തിനായി പണം കണ്ടെത്താൻ ക്രൂഡ് ഓയിൽ ഉപയോഗിക്കുന്നുവെന്ന ഗുരുതര ആരോപണമാണ് അമേരിക്ക വെനസ്വലയ്ക്കെതിരെ ഉയർത്തിയിട്ടുള്ളത്. ഞങ്ങൾ നിങ്ങളെ കണ്ടെത്തി തടയുമെന്നാണ് ക്രിസ്റ്റി നോം എക്സിൽ കുറിപ്പിൽ വിശദമാക്കുന്നത്. പനാമയുടെ പതാക വഹിക്കുന്ന കപ്പലാണ് സെഞ്ചുറീസ് എന്നാണ് BBC പറയുന്നത്. എന്നാൽ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഗ്രീസ്, ലൈബീരിയ എന്നീ രാജ്യങ്ങളുടെ കീഴിലും ഈ കപ്പൽ സഞ്ചരിച്ചിട്ടുണ്ട്. അമേരിക്കൻ ട്രഷറിയുടെ നിരോധിത കപ്പലുകളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നതല്ല ഈ കപ്പൽ. ഏതാനും ദിവസങ്ങളായി വെനസ്വലയുടെ തീരത്ത് അമേരിക്ക നടത്തിയ മാരകമായ ആക്രമണങ്ങളിൽ ഏകദേശം 100 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്നാൽ തകർത്ത കപ്പലുകളിൽ ലഹരിമരുന്ന് എത്തിച്ചതായി ഒരു തെളിവും അമേരിക്കയ്ക്ക് ഇതുവരെയും പുറത്തുവിടാനായിട്ടില്ല. അതേസമയം US കോൺഗ്രസിൽ നിന്ന് ആക്രമണത്തിന്റെ പേരിൽ സൈന്യം കർശനമായ പരിശോധനകളാണ് നേരിടുന്നത്. ക്രിമിനൽ ശൃംഖലകൾ തകർക്കുന്നതിനായി സമുദ്ര ഉപരോധം തടയുമെന്നാണ് അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് എക്സിൽ കുറിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.